എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന. എന്നതാ പേര് തങ്കൻ. ജോയി എന്റെ ആങ്ങളെയാ സാറേ. അവനെന്തേ? സുഖമില്ലാണ്ട് കിടക്കോ. തളർന്നു കിടക്കുവോ സാറേ? ജോയി, നിനക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലോ? അഭിനയിച്ചതൊക്കെ മതി. കൂട്ടിക്കരശമായി വാ, എഴുന്നേറ്റോ. സാറേ, ഒരു കൊല്ലായിട്ട് കിടപ്പാണ് സാറേ. കഷായം കുഴമ്പ് മാത്രമേ. എന്നതാ സാറേ ഇച്ചാന്റെ പേരിലുള്ള കേസ്? ഈ മേലാത്ത ആളിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്യാനാ? ഒരു 10 വർഷം അകത്തെടുക്കാനുള്ള വകുപ്പുണ്ട് പെങ്ങളെ. കാട്ടി കയറി മാന്യമിളാവിനെയും വെടിവെച്ചതും പിന്നെ ചില കൊച്ചാമ്പിള്ളേരുമായിട്ട് കലാപരിപാടികളും. സാറേ, ചില കേസൊക്കെ ഉണ്ട്, സത്യമാണ്. ബാക്കിയുള്ള കേസ് ചെയ്യും പോസ്റ്റാരും കൂടെ തല കെട്ടി വെച്ചാണ് സാറേ. ക്ഷമിക്കും സാറേ, ഈ കൊല്ലത്തിന് നടക്കൊണ്ടു ചത്തു സാറേ. അതൊരു പാവമാണ് സാറേ. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച സാറേ. ഒരു കണ്ണുവാട്ടം കാണിക്കും സാറേ. നീ ചത്ത് കിടന്നാലും തളർന്നു കിടന്നാലും നാളെ രാവിലെ നിന്നെ ഇടിക്കൂട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കും. തീരുമാനം കിഴിവെക്കാനൊക്കെ അവിടെ ആളുകളുണ്ട് ജയിലില്. നിങ്ങൾ കൊണ്ടുകൂടോ മൈരന്മാരെ? സാറുമാര് നോക്കട്ടെ, മയിലും കൊണ്ടുപോകും. ശില്പിച്ചായോ നമ്മുടെ ജോയിമനെ അവർക്ക് കൊണ്ടുപോകണമെന്ന്? ഞങ്ങളും വിചാരിച്ചു അങ്ങനെ കൊണ്ടാകാ. ആണോ പരിപാടി ഓട്ടിച്ച്? തമാശ കളിച്ച് ചെവിയുടെ ഒരു കഷ്ണം പോയത് എന്നാ ചോദിയോനെ? അവരെന്നെ കൊണ്ടുപോകുന്നല്ലേ അടിച്ച കൊണ്ടുപോട്ടെന്നേ. ഏയ് ഒന്നുമില്ല സാറേ, ഞാൻ പണ്ടത്തെ ഒരു തിരുമ്മയുടെ കഥ ആലോചിച്ച് ചിരിച്ചാണ്. ഞാൻ ആ കഥ പറയട്ടെ സാറേ? മാടനെ പിടിക്കാൻ പോയ തിരുമേനിയുടെ കഥ. മാടനും മാങ്ങാത്തൊലി. എന്നാ ഞാൻ വേറൊരു കഥ പറയാം സാറേ. പണ്ട് ഇതുപോലെ ഒരു പോലീസുകാരൻ എന്നെ പിടിക്കാൻ വന്ന കഥ. അതിലും പണ്ടും വേറൊരു പോലീസുകാരൻ വന്ന കഥയുമുണ്ട്. അതിനു മുമ്പ് വേറെയും. ചക്രം കറങ്ങുന്ന പോലെയാണോ? പണ്ട്, അതിലും പണ്ട്, പിന്നെയും പണ്ട്. നീ കാര്യം പറ. ആ പോലീസുകാരൻ വരുന്ന വഴി ഒരുത്തനെയും കൂടെ കൂട്ടി. നേരം പോക്കാവൂലെന്ന് കരുതി തിരുമേനി അല്ല, ആ പോലീസുകാരൻ അവനെയും കൂട്ടി ഒരു വരവാർന്നു. ഫാൻസി ഡ്രസ് കളിച്ചു വന്ന ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കോ സാറേ? ഞങ്ങൾ ഒന്നും തിരിയാത്ത പോലെ അങ്ങിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണീർക്കി കാണിച്ചു. ചുമ്മാ കളി കാണാലോ. തത്തി എവിടം വരെ പോകുന്ന അറിയാലോ. നമ്മൾ ഒത്തിരി തവണ കണ്ട നാടകം പിന്നെയും പിന്നെ കാണുന്ന ഒരു സുഖമാണ് സാറേ. ഷാജുവോ, നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ. ആ പാലം ഒന്നും കാണുന്നില്ലല്ലോ. മൈര, എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ലെന്നേ സാറേ. ഈ വഴിയും പോവാം, കുറച്ച് ചുറ്റാണെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിനക്കിത് അറിയാമെങ്കിൽ നേരത്തെ പറയാമല്ലടാ മൈരേ.
എന്നിട്ട് അവന്മാർ രണ്ടുപേരും ഇവിടെ തീറ്റയും കുടിയിട്ട് അങ്ങോട്ട് നിരങ്ങി. നല്ല ചാരായവും വെടിയിറച്ചും തിന്നങ്ങ് കൊഴുത്തു. ഇവിടെ എന്തിനാണ് സാർ ഒരു കുറവ്? നല്ല വെടികളും ഉണ്ട്. ഇനി അതും പോരാത്തവർക്ക് വേറെയുമുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കൊല്ലണോ? അതും ചെയ്യാം. ആരും ചോദിക്കാനും പറയാനുമില്ല. ഇങ്ങനൊരു സ്ഥലമല്ലേ സാറേ സ്വർഗരാജ്യം. അല്ലെങ്കിലും മനസ്സിലെങ്കിലും കൊല്ലാത്തവരും ബലാത്സംഗം ചെയ്യാത്തവരും ആരെങ്കിലും ഉണ്ടോ? അയാൾക്ക് ഇവിടുത്തെ കാടും മഞ്ഞും തണുപ്പൊക്കെ അങ്ങ് പിടിച്ചു. പോലീസുകാരൻ അന്ന് പോലും മറന്നുപോയി. ഈ വഴി ആ വഴി എല്ലാം പോയി. അവസാനം സമയമായപ്പോ ഞങ്ങൾ എന്നെ അങ്ങ് ചോദിച്ചു, എടാ ഊവേ നീയൊക്കെ ഏതാണെന്ന്. അന്നേരം ഏതാണ്ടൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോഴുണ്ടല്ലോ തിരുമേനി അല്ല ആ പോലീസുകാരൻ എന്നെ അങ്ങ് പിടിക്കണം. പിടിക്കണം. പൊട്ടാസ് പോലത്തെ ഒരു തുപ്പാക്കിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ടും മേല. ജോയ്മോനെ നിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവടാ. അതുകൊണ്ടാണല്ലോ തളർന്നു കിടക്കുന്ന നിന്റെ കയ്യിൽ മുറുമുറാന്ന് 2 കെട്ട് കെട്ടിരിക്കുന്നത്. സാറേ അങ്ങനെയാണെങ്കിലേ ഈ കൈയും കാലും തളർന്നു കിടക്കുന്ന എനിക്ക് രോഗശാന്തി കിട്ടുന്നെന്ന് വിചാരിച്ചേ. എന്നിട്ട് ഞാൻ എന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് അങ്ങ് എഴുന്നേറ്റിരുന്നു എന്നൊന്ന് വിചാരിച്ചേ. എന്നിട്ട്